രാവിലെ തന്നെ നല്ലൊരു സൺറൈസ് ഒക്കെ കിട്ടി, നല്ലൊരു പോസിറ്റീവ് വൈബില് ഇന്നത്തെ ദിവസം തുടങ്ങാന്ന് ഓർത്ത് ഇറങ്ങിയതാ. പക്ഷേ സൺറൈസ് ഉദിച്ചു വന്നപ്പോൾ എത്തിയത് എണീക്കാൻ വൈകിപ്പോയി ഗൈസ്. ഇപ്പൊ ഞാൻ നിക്കണ എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ എഴുപുണ്ണിയുടെ കുറച്ചിപ്പുറം മാറിയിട്ടുള്ള ചങ്ങരം എന്ന സ്ഥലത്താണ്. ചങ്ങരം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡിങ്ങിന് പറ്റിയ സ്പോട്ടാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം. ഏത് ഇപ്പഴേ വെട്ടമൊക്കെ അടിച്ച് പൊക്കത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ കാണാം. രാവിലെ തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയ ടീമുകളൊക്കെ അവിടെ നിന്ന് പൊങ്ങിയപ്പോ അത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ കണ്ടത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊങ്ങി തന്നെ ഉണ്ട്. ഇതാണ് നീർക്കാക്കകള്. ഈ വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കും. എന്നിട്ട് നൈസായിട്ട് എരേനെ പിടിച്ചിട്ട് പൊങ്ങും. ഇപ്പൊ കണ്ട ആ ഭാഗത്തൊന്നും കാണാനല്ലോ, പക്ഷെ വെള്ളത്തിലുണ്ട്. കുറച്ച് പൊങ്ങും. ദേ നോക്കിക്കോട്ടെ. ചങ്ങരം വെറ്റ്ലാൻഡ്സിനെ പറ്റി പറയാനാണെങ്കിൽ കേരളത്തിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ബേർഡ് വാച്ചിങ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ബേർഡ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള. അതിലൊന്നാണ് നമ്മുടെ ദേശാടന പക്ഷി. ദേശാടന പക്ഷിയുടെ പ്രസൻസ് ഇവിടെ കുറച്ച് കണ്ടിട്ടുണ്ടെന്നാണ് പൊതുവേ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അതുമല്ല, ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. വന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബേർഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ മറ്റേ എന്താ പറയാ, നമ്മുടെ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഒന്നും വെള്ളം ഇറക്കി വിട്ടേക്കണായിരുന്നു. അപ്പൊ ആ സമയത്ത് മറ്റേ കൊക്കുകളുടെ ഇഷ്ടം പോലെ കൊക്കുകളുടെ കുറെ ഇതുണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മൊത്തം, ഈ ഒരു മൊത്തം കൊക്കുകളായിരുന്നു മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. അത് വേറെ ഇടത്തും കാണാൻ പറ്റത്തൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനു വേണ്ടി കൊക്കുകളുണ്ടാവും ഇവിടെ ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്തിട്ടേക്കാണ് കൊക്ക്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഇവിടെ ഒരു വൈബ്, അത് നല്ലൊരു ഇവിടെ കിട്ടാത്ത സെറ്റപ്പ് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഭാഗത്ത് തന്നെ സെയിം ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ തന്നെയാണ് കുമ്പളങ്ങി ഭാഗത്ത്. പക്ഷെ എന്നാലും അതിനേക്കാളും കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ രാവിലെ തുടങ്ങാനായിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പൊ ഇതിൽ ആ കാണുന്ന ഭാഗത്തൊക്കെ കണ്ട അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള പുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂമിങ്ങിൽ എത്രയും കിട്ടുമോ എനിക്കറിയാൻ പാടില്ല.
എന്നാലും പട്ടണത്തിലെ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ബൈനോക്കുലർ, നല്ലൊരു ലെൻസുള്ള ക്യാമറ ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ഇതൊക്കെ എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഈ നിക്കണതൊക്കെ എല്ലാം നീർക്കാക്കളാണ്ട. ഇതാണ് നമ്മൾ നേരത്തെ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വേണ്ടത്. അങ്ങനെ ചെറിയൊരു മഴക്കാറൊക്കെ വെച്ചപ്പോ തന്നെ നമ്മുടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മള് ഈ ഒരു വൈബ് പിടിക്കാൻ പോകുന്നതാണല്ലോ. അപ്പൊ നമ്മൾ ഏത് വൈബ് അക്സെപ്റ്റ് ചെയ്യണം. ഏത് മഴ വന്നാൽ മഴ, വെയിൽ വന്നാൽ വെയിൽ. അപ്പൊ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയൊക്കെയാണ്. ഇനി നമുക്കൊരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് വിടാം. ഓക്കെ. എടുത്താൽ മതി. ഗോതമ്പട ചേച്ചി ചെറുപ്പമാണ്, പിന്നെ ഇതൊരു കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആ ഓർമ്മയിലായി പോയി പെട്ടെന്ന്. മധുരത്തിനെ കുറിച്ചുള്ള പേടിയൊന്നുമില്ല. അതെ. അപ്പൊ ഈ ചെറിയ വീഡിയോ ഇത്ര ഉള്ളൂട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടി സബ് ചെയ്തിട്ടും പോട്ടെ എല്ലാവരും. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ ബൈ.